ഈ പ്രതിഷേധക്കാർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അവിടെ ഇരുന്ന് കേൾക്കണം. അതുകൊണ്ട് ഒരാളും അവരെ തടയരുത്. ദയവായി അവരവരുടെ സീറ്റുകളിൽ ഇരിക്കുക. കാരണം ഈ നാടിനു വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ സമ്മാനമാണ് ഇത്. അവരിരുന്ന് ലജ്ജയില്ലാതെ കേൾക്കണം. അതുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ നടക്കണം. ദയവായി പ്രിയപ്പെട്ടവർ തിരിച്ചു വരിക. ഇപ്പോൾ ഈ കണ്ട ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പ്രതിഷേധിച്ച അതേ സുരേഷ് കുമാറാണ്. സുരേഷ് കുമാറിൻ്റെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് 2 വർഷം പഴക്കമുണ്ട്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ KK നായർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ഘട്ടത്തിലാണ് അന്ന് സുരേഷ് കുമാർ ഈ ഒരു രീതിയിൽ പ്രതിഷേധിച്ചത്. അന്ന് DCC വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന സുരേഷ് കുമാർ മുനിസിപ്പൽ കൗൺസിലാണ്, കോൺഗ്രസ് കൗൺസിലർമാരാണ് അല്ലെങ്കിൽ UDF കൗൺസിലർമാരാണ് പ്രതിഷേധമായി എത്തിയത്. അവരന്ന് പറഞ്ഞത് ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം, അതായത് 2024 ഇതിന് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തട്ടിപ്പാണെന്നാണ് പറഞ്ഞത്. പിന്നെ എന്ത് സംഭവിച്ചെന്നുള്ളതാണ്. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്റ്റേഡിയം തന്നെയാണ് ഇതിന് സാക്ഷി. അതായത് 2024 നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നു. പിന്നീട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2025 പൂർണ്ണമായി ആരംഭിക്കുന്നത്. ഒരു വർഷം പിന്നിടുമ്പോൾ നമുക്ക് പിന്നിൽ കാണാം അതിൻ്റെ ട്രാക്കിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പൗലിയൻ പണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാ ഈ സ്റ്റേഡിയത്തിൻ്റെ ഭാഗമായ നീന്തൽക്കുളം ഉൾപ്പെടെയുള്ള ഭാഗത്തിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനത്തിനായി എത്തി നിൽക്കുകയാണ്. അതായത് കോൺഗ്രസ്സുകാർ തട്ടിപ്പാണ് സ്റ്റേഡിയം നിർമ്മാണം തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് തടയാനാണ് ശ്രമിച്ചത്. ഒരു നാടിൻ്റെ വികസന പ്രവർത്തനം വരുമ്പോൾ അവിടെ പുരോഗതി ഉണ്ടാകുമ്പോൾ അത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുമായിരുന്നു ഈ സുരേഷ് കുമാർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പണി ഏതാണ്ട് പൂർത്തിയായി 1ാം ഘട്ട ഫസ്റ്റ് ഫേസിൻ്റെ ഉദ്ഘാടനത്തിൽ എത്തി നിൽക്കുമ്പോൾ അന്നേരവും ഈ സുരേഷ് കുമാറിൻ്റെ പണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പണി എന്ന് പറഞ്ഞാൽ ആ സംഘാടക സമിതി യോഗവും അലമ്പാക്കുകയെന്നുള്ളതാണ്. നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. UDFന്റെ കൗൺസിലർമാർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഈ സംഘാടക സമിതിയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധമില്ല. പക്ഷേ അതൊക്കെ ഗവൺമെന്റിന്റെ കാര്യമാണ്. പക്ഷേ ജനപ്രതിനിധി നിലയിൽ പത്തനംതിട്ട നഗരസഭയുടെ കണ്ടല്ലോ, കോൺഗ്രസുകാരുടെ അലമ്പാക്കൽ നാടകം പിന്നെയും തുടരുകയാണ്. അതായത് അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇവിടെ കല്ലിട്ടപ്പോൾ അല്ലെങ്കിൽ നിർമ്മാണ ഉദ്ഘാടനം തുടങ്ങിയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. അന്ന് അലമ്പാക്കാൻ ശ്രമിച്ചു, തടസ്സപ്പെടുത്താൻ നടന്നില്ല. സർക്കാർ ഇച്ഛാശക്തിയോടെ ആ പദ്ധതിയായി മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നതും ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുന്നതും. ഈ ഫസ്റ്റ് ഫേസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സംഘാടക സമിതി യോഗത്തിലെത്തിയാണ് അലങ്കോലപ്പെടുത്താൻ DCC വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന സുരേഷ് കുമാർ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ ശ്രമം നടത്തിയത്. ഇപ്പോൾ മറ്റൊരു കാര്യം പരിശോധിക്കേണ്ട കാര്യമുണ്ട്. ഇവർ ഈ അലമ്പാക്കുന്നവരെ പറ്റി ഒന്ന് പഠിക്കുമ്പോൾ ഈ കോൺഗ്രസ്, അതായത് ആൻ്റണി UDFൻ്റെ MP ആണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ KK നായർ സ്റ്റേഡിയം, അതായത് ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തെന്ന് പറഞ്ഞുകൊണ്ട് 3 തവണയാണ് ഉദ്ഘാടന പ്രവർത്തനം നടത്തിയ, കല്ലിടൽ മാമാങ്കം നടത്തിയ. ഈ 3 തവണ നടത്തിയിട്ടും കോൺഗ്രസ്സുകാർക്ക് കുറച്ച് കമ്പികൾ നാട്ടുകയല്ലാതെ, ചില തൂണുകൾ നാട്ടുകയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ആ കല്ല് എവിടെയാണെന്ന് പോലും ഇപ്പോഴും ആർക്കും അറിയത്തില്ല. അതാണ് ഇവിടെ സംഭവിച്ചതും. അതുകൊണ്ട് തന്നെ ഈ അലമ്പാക്കൽ പരിപാടി എന്ന് പറഞ്ഞാൽ ജാളിത മറയ്ക്കാനുള്ള സുരേഷ് കുമാറിൻ്റെ നടപടി അല്ലെങ്കിൽ കോൺഗ്രസ് നടപടി എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. അവർക്ക് ഭയങ്കര ജാള്യതയല്ലേ എന്ന് വെച്ചാൽ, ഈ പത്തനംതിട്ടയിൽ 3 കല്ല് കിടപ്പുണ്ട് ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ. ആ കല്ല് ഇവരുടെ MP ഇപ്പം സ്റ്റേഡിയം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം 15 വർഷങ്ങൾക്കുള്ളിൽ 3 പ്രാവശ്യം ഇട്ട കല്ല. ആ കല്ലിന് മുകളിൽ മറ്റൊരു കല്ല് വെക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് തൊട്ടിപ്പുറത്ത് ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തപ്പോഴും ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി. അപ്പുറത്തൂടെ പ്രതിഷേധവുമായിട്ട് വന്നു. അതേ ആളുകൾ തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ ആദ്യത്തെ ഫേസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ? അതായത് നിർമ്മാണം അവർ ഒരു സ്റ്റേഡിയം ആകട്ടെ, ഒരു ആശുപത്രിക്ക് ഒരു കെട്ടിടം ആകട്ടെ, ഒരു റോഡാകട്ടെ നിർമ്മിച്ചിട്ടില്ല. അവിടെ സ്റ്റേഡിയം, ആശുപത്രി, റോഡ്, എല്ലാ സൗകര്യങ്ങളും, പുതിയ ഓഫീസുകൾ, ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ഓഫീസ്, കോടതികൾ, വനിതാ വികസന ഹോസ്റ്റൽ, നഴ്സിംഗ് കോളേജ്, ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ ജാള്യതയുണ്ടല്ലോ, ഇതെങ്ങനെ മറയ്ക്കുക? ഒരു കാര്യവും ചെയ്യാത്തവർ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ കല്ലിൻ്റെ ജാള്യതയാണ് ഈ കാണിച്ചത്. കാരണം അവരിട്ട കല്ലിൽ രണ്ടാമതൊരു കല്ലെടുത്തൊന്ന് വെക്കാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ടുള്ള അവരുടെ ഒരു ജാള്യം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അവർ വികസന വിരോധികളാണെന്ന് ആർക്കും അറിയാൻ വയ്യാത്ത. അതെ, മന്ത്രി പറഞ്ഞ ശരിയായ കാര്യമാണ്. 3 തവണയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ കല്ലിട്ടത്. പക്ഷേ കല്ലിടുകയല്ലാതെ കുറേ തൂണുകളോ കമ്പികളൊക്കെ വെക്കുകയല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയില്ല. അതിൻ്റെ കഥയിലേക്ക് പോയെങ്കിലും രസമാണ്. കാരണം അധികാര തർക്കം പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും ഈ DCC വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ ഇതിനെ മുടക്കം
മുടക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന സലീം പി ചാക്കോ ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കും. അന്ന് സലീം പി ചാക്കോയും സ്പോർട്സ് കൗൺസിലിനെ ക്ഷണിക്കാത്തതിൻ്റെ പേരിൽ നിരാഹാരം ഇരുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോഴത്തെ മന്ത്രി എന്ന MLA ആയിരുന്ന ഘട്ടത്തിൽ മന്ത്രി നടത്തിയ സമരങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് എന്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കാതെ പോയെന്ന് പറഞ്ഞുള്ള കാരണം സലീം പി ചാക്കോ തന്നെ നമ്മോട് സംസാരിക്കുന്നതാണ്. സംസ്ഥാനത്ത് UDF അധികാരത്തിലിരിക്കുമ്പോഴാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ പേരിൽ 3 ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയത്. ഇപ്പോൾ അത് വെട്ടിത്തെളിച്ചപ്പോഴാണ് പലരും അറിയുന്നത് കമ്പികൾ എല്ലാം മുകളിലേക്ക് നിൽക്കുകയാണ്. ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. 9 കോടി രൂപയായിരുന്നു അതിന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അനുവദിച്ചത്. 1,69,00,000 രൂപ ചെലവഴിക്കുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടർച്ചയെന്നോളമാണ് ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ എല്ലാം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളും കാര്യങ്ങളുമെല്ലാം അതാത് ഫേസിൽ അനുവദിക്കുന്ന തുകകളുടെ കണക്ക് കൃത്യമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചെങ്കിൽ മാത്രമേ അടുത്ത ഗഡു നമുക്ക് തരികയുള്ളൂ. 3-4 തവണയാണ് ഡൽഹിയിൽ നിന്ന് ആളുകൾ വന്നത്. അതുപോലെ തന്നെ 6,18,00,000 രൂപ നിലവിൽ അതുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ. ആ തുകയടക്കം ലാപ്സായി. എന്താ അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ആ തുകകൾ ഞാൻ പറഞ്ഞ പോലെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ പ്രാഥമികമായി നമുക്ക് ഓരോ ഫേസിലും അനുവദിക്കുന്ന തുകകളുടെ കൃത്യമായ കണക്കുകൾ കൊടുത്തില്ല എങ്കിൽ ബാക്കി തുക വരത്തില്ല, തിരിച്ചത് അവർ തരില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നഗരസഭയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ ചെയർമാനായിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ 3ാം ഘട്ടം ഉദ്ഘാടനം നടത്തിയത്. ലാസ്റ്റിൽ ഗവർണറെ കൊണ്ട് വീണ്ടും ആൻ്റണി MPയും ഗവർണറും എല്ലാം പങ്കെടുത്തുകൊണ്ട് വീണ്ടും ഒരു ഉദ്ഘാടനം നടത്തുക. അന്ന് സുരേഷ് കുമാർ ധരിച്ചിരുന്നത് ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്വത്തായിട്ടാണ്. അതിനെ തുടർന്നാണ് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ വിട്ടുകൊടുക്കുമ്പോൾ അതാണ് വ്യാജ പ്രചരണങ്ങൾ അന്നും ഇന്നും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്പോർട്സ് കൗൺസിൽ എടുത്തുകൊണ്ട് പോവും, അവരടിച്ചുകൊണ്ട് പോകും. ഇവിടുത്തെ നഗരസഭയുടെ ആധിപത്യം അല്ലെങ്കിൽ ആ സ്ഥലമടക്കമുള്ളതെല്ലാം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ഒരു വേലയായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് നടന്നത്. അന്നും ഇപ്പോഴും നടക്കുന്നു. അതിനോടൊപ്പം കൊണ്ടുവന്ന പ്രൊജക്റ്റ് വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാം. സുരേഷ് കുമാർ പോയി വയനാട്ടിൽ പോയി ഒന്ന് കാണണം. അന്നത്തെ ഗവൺമെൻറ് നിയമസഭ ഐക്യകണ്ഠേന അംഗീകരിച്ച 2 പ്രൊജക്റ്റാണ്. ഒന്ന് വയനാട്ടിലെ സ്റ്റേഡിയവും പത്തനംതിട്ട സ്റ്റേഡിയം. വയനാട്ടിൽ ഇപ്പോൾ രഞ്ജി മത്സരങ്ങൾ വരെ നടക്കുക. ഇത്രയില്ല സ്ഥലം. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആരാണ് ഈ പദ്ധതികളൊക്കെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന്. ഇനി നമ്മൾ സുരേഷ് കുമാറിനോട് കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 3 തവണ കല്ലിട്ടില്ലേ, എന്ത് നടത്തി? അപ്പോൾ സുരേഷ് കുമാറിൻ്റെ ഒരു മറുപടിയുണ്ട്, അതൊന്ന് കേൾക്കാം. അടുത്തപ്പോൾ ഇലക്ഷന്റെ വിജ്ഞാപനം നിങ്ങളുടെ മൂന്ന് കല്ലുകൾ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. 3 കല്ലുകളിട്ട കാര്യം മന്ത്രി ചോദിക്കുന്നത് എന്താണ് അതിന് ഉത്തരം? ഞങ്ങൾ കല്ലിട്ടുണ്ടെങ്കിൽ പണിയുവാനും UDF അറിയാൻ പണി പറഞ്ഞിട്ടില്ലല്ലോ, അത് കഴിഞ്ഞ കൗൺസിലിൽ. സുരേഷ് കുമാറിന്റെ മറുപടി കേട്ടല്ലോ, UDF കല്ലിട്ടാൽ സ്റ്റേഡിയം പണിയാൻ അറിയാമെന്നാണ്. എന്നാൽ പത്തനംതിട്ടക്കാരും UDF പണിത ആന്റോണിന് കല്ലിട്ട ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം കണ്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ കല്ല് പോലും കാണാനില്ല. ഇവിടെ കൊണ്ടൊന്നും UDFൻ്റെ ഈ കായിക വിരോധം അവസാനിക്കുന്നില്ല. പത്തനംതിട്ടയിലെ കൊടുമണ്ണിൽ ഇപ്പോൾ ഒരു സിന്തറ്റിക് ട്രാക്കുള്ള സ്റ്റേഡിയമുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ആ സ്റ്റേഡിയത്തിന് നിർമ്മാണം വന്നപ്പോഴും UDF സമാനമായ രീതിയിൽ അതിനെ മുടക്കാൻ ശ്രമിച്ചു എന്നാണ് അന്നത്തെ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹിയായ സലീം പി ചാക്കോ പറഞ്ഞത്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. പത്തനംതിട്ട ജില്ലയ്ക്ക് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം കൊടുമൺ സ്റ്റേഡിയം കഴിഞ്ഞ VS മുഖ്യമന്ത്രിയായ സമയത്ത് നടന്നൊരു പ്രൊജക്റ്റാണ്. അതും ഞാൻ ഇതിനനുബന്ധമായി പറയാം. അന്ന് കൊടുമൺ പഞ്ചായത്ത് UDF ആയിരുന്നു ഭരിച്ചിരുന്നു. ഞാനന്ന് പ്രസിഡൻ്റാണ്. അന്ന് അടൂർ പ്രകാശ് ആ സ്ഥലം
കൊടുമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ കോംപ്ലക്സിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് തീരുമാനമെടുത്തു പിച്ചു കോൺഗ്രസിനെ കൊണ്ട്. അതിനെതിരെ ഞാൻ സമരം നടത്തി. ഞാൻ പോയി അവിടെ ഇരുന്ന അന്നത്തെ കൊടുമൺ പ്രസിഡന്റ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗമാണ്. അന്ന് പ്രസിഡന്റുമാരുടെ നോമിനി ഉണ്ടായിരുന്നു. ആ സ്റ്റേഡിയം കൊണ്ടുവരാതിരിക്കാനും അവർക്ക് താല്പര്യത്തോടുകൂടി കടമുറികൾ പണിയാനും മൊത്തം സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ ഗ്രാമപഞ്ചായത്ത് അന്നത്തെ UDF തീരുമാനിച്ചു. രേഖകളിലുള്ള ഇതെല്ലാം. അവിടെ നമ്മൾ പ്രതിഷേധം നടത്തി. ആദ്യത്തെ ദിവസം ഞാൻ അവിടെ പോയി ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നു. അതിനുശേഷം അവിടെ ആക്ഷൻ കൗൺസിൽ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം സലിവൻ്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വലിയ മാർച്ചുകളും പ്രക്ഷോഭം നടത്തി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ തീരുമാനമെടുത്തു, ഇതിനെതിരെ കോടതിയിൽ പോകേണ്ടി വന്നാൽ പോകണം. ഇത് കൊടുമൺ പ്രദേശത്തെയല്ല, നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ല സ്റ്റേഡിയമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പഞ്ചായത്ത് ബിൽഡിങ് പണിയിൽ നിന്നും പുറമോട്ട് പോകണം എന്ന് തീരുമാനമെടുക്കുകയും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ആ കാര്യത്തിൽ ഇടപെടുകയും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ നേരിട്ട് കാണുകയും ആ പ്രൊജക്റ്റിൽ നിന്ന് അടൂർ പ്രകാശവും അന്നത്തെ UDF കൊടുമൺ ഭരണസമിതിയും മാറേണ്ടി വരുന്ന ഒരു നിലപാടിലെത്തും. ഇവരെന്നും കായിക വിരോധി. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ പത്തനംതിട്ടയുടെ വികസന പദ്ധതികളെ അട്ടിമറിക്കുന്നത് ആരാണെന്ന്. നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം നടത്തുമ്പോൾ T സക്കീർ ഹുസൈൻ, അതായത് LDFൻ്റെ നേതാവ് ചെയർമാനായിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരും നഗരസഭയും LDF ഭരിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റേഡിയം ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിക്കേണ്ടതാണ്. ഇതാണ് സ്ഥിതി. ഇത് സ്റ്റേഡിയം മാത്രമല്ല, ഒട്ടനവധി വികസന പദ്ധതികൾ പരിശോധിക്കുമ്പോൾ പത്തനംതിട്ടയിൽ LDF ഭരണത്തിലിരിക്കുമ്പോഴാണ് നടപ്പായതെന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് അഭിമാനത്തോടെ തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടത്താം. മന്ത്രി അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? UDF തടസ്സപ്പെടുത്താൻ പോകുന്ന നാടിൻ്റെ വികസന പദ്ധതിയാണ്. അവരുടെ വന്ന് പദ്ധതി പങ്കാളിയാകാനാണ് മന്ത്രി ക്ഷണിച്ചത്. അപ്പം മന്ത്രിയുടെ നിലപാട് തീർത്തും അഭിനന്ദനാർഹമാണ്. മന്ത്രിക്ക് തീർത്തും അഭിനന്ദനം അർഹിക്കുന്നതുമാണ്. കാരണം വികസന പദ്ധതികൾ ഓരോന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.